ഹായ് സ്റ്റുഡൻസ്, ഇന്ന് ഞാൻ 8ലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഒരു ക്ലാസ് റെഡിയാക്കിയിട്ടുള്ളത് കേട്ടോ. 8ലെ കുട്ടികൾക്ക് സോഷ്യൽ സയൻസിലെ 10ാമത്തെ പാഠം ബ്ലാങ്കറ്റ് ഓഫ് ദി എർത്ത് എന്ന് പറയുന്ന ചാപ്റ്ററാണ് ഞാനിന്ന് പ്രത്യേക നോട്ട്സൊക്കെ എഴുതി തയ്യാറാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ എഴുതി ഇങ്ങനെ പഠിക്കാവുന്ന രൂപത്തിൽ കാണുമ്പോൾ തന്നെ പെട്ടെന്ന് ക്യാച്ച് ചെയ്ത് പഠിക്കാവുന്ന രൂപത്തിൽ ഒരു ചെറിയ നോട്ട്സൊക്കെ തയ്യാറാക്കിയിട്ടാണ് ഇന്നത്തെ ക്ലാസ് എടുക്കാൻ പോണത്. അപ്പോൾ എല്ലാവരും ക്ലാസ് കേൾക്കാൻ തയ്യാറാണല്ലോ. ഈ ക്ലാസ് കേട്ട് കഴിയുന്നതോടുകൂടെ നിങ്ങൾ ഈ ഭാഗങ്ങൾ പഠിച്ചു പോകണം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ക്ലാസ് നോക്കിയാലോ. ഇവിടെ ഞാൻ എർത്ത്, നമുക്കറിയാം എർത്തിൻ്റെ ചുറ്റുമാണ് എന്ത് കാണപ്പെടുന്നത്? അറ്റ്മോസ്ഫിയർ കാണപ്പെടുന്നത്, നമ്മുടെ അന്തരീക്ഷം കാണപ്പെടുന്നത് അല്ലേ. അറ്റ്മോസ്ഫിയർ ഈസ് ദ ബ്ലാങ്കറ്റ് ഓഫ് എയർ സറൗണ്ടിങ് ദ എർത്ത്. നമുക്കറിയാം നമ്മുടെ ഭൂമിയുടെ ചുറ്റും എന്തുണ്ട്? ഒരു എയറിൻ്റെ ഒരു ചുറ്റുപാടുണ്ടെന്ന് അറിയാം അല്ലേ. നമ്മുടെ ഭൂമിയുടെ ചുറ്റും എന്താണ്? എയറാണ് അല്ലേ. ആ എയറിനെയാണ് നമ്മൾ, ഭൂമിയോട് ചേർന്ന് കിടക്കുന്ന എയറിൻ്റെ ആ ഭാഗത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? അറ്റ്മോസ്ഫിയർ എന്ന് വിളിക്കുന്നത്. ആ ഒരു അറ്റ്മോസ്ഫിയർ ആണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ ഭൂമിയുടെ ബ്ലാങ്കറ്റ് എന്ന് പറയുന്നത്, ഒരു പുതപ്പ് എന്ന് പറയുന്നത് ആരാണ്? നമ്മുടെ അറ്റ്മോസ്ഫിയർ ആണ് കേട്ടോ. അറ്റ്മോസ്ഫിയറിലെ പ്രധാനപ്പെട്ട 2 ഗ്യാസസുകളാണ് ഏതൊക്കെ? ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും. ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും വളരെ പ്രധാനപ്പെട്ട ഗ്യാസുകളാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. നമ്മൾക്ക് ശ്വസിക്കാനായി ആവശ്യമായിട്ടുള്ളതാണ് ഏത്? ഓക്സിജൻ എന്ന് പറയുന്നത് അല്ലേ. നമുക്ക് ശ്വസിക്കണമെങ്കിൽ എന്ത് വേണം? ഓക്സിജൻ വേണം. നമ്മൾ പുറത്തേക്ക് വിടുന്നത് ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡാണ്. എന്നാൽ ചെടികളിലെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ചെടികൾ ഫോട്ടോസിന്തസിസ്, നമുക്കറിയാലോ ചെടികൾ ആഹാരം ഉണ്ടാക്കുന്നത് ഏത് മാർഗത്തിലൂടെയാണ്? ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന മാർഗത്തിലൂടെയാണെന്ന് അറിയാം. അവർക്ക് കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിക്കണം. എപ്പോഴ്? ഫോട്ടോസിന്തസിസ് ചെയ്യണമെങ്കിൽ അവരെന്ത് ചെയ്യും? ചെടികൾ എന്ത് ചെയ്യും? കാർബൺ ഡൈ ഓക്സൈഡിനെ സ്വീകരിച്ചിട്ട് ഓക്സിജനെ പുറത്തേക്ക് വിടാണ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോൾ അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും അതുപോലെ തന്നെ ഓക്സിജൻ്റെ ലെവൽ നിയന്ത്രിക്കുന്നതിൽ ചെടികളെ ഒരു റോളില്ലേ? ചെടികൾക്ക് ഒരു റോളില്ലേ ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡൊക്കെ നിയന്ത്രിക്കുന്നതിൽ? അപ്പോൾ നമ്മൾ ഒരുപാട് ചെടികൾ വെട്ടി നശിപ്പിക്കാൻ പാടുണ്ടോ? ഇല്ല. നമ്മളെ ഭൂമിയിൽ ചെടികളൊക്കെ ഉണ്ടെങ്കിൽ അല്ലേ, പ്ലാന്റ്സ് ഒക്കെ നല്ല രീതിയിൽ ഉണ്ടെങ്കിൽ അന്തരീക്ഷത്തിൽ ഈ പറഞ്ഞ പോലെ ഓക്സിജൻ്റെയും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ഒക്കെ ലെവൽ നിയന്ത്രിക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി നമുക്ക് അറ്റ്മോസ്ഫറിക് ഗ്യാസസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അന്തരീക്ഷത്തിൽ ഏതെല്ലാം ഗ്യാസുകൾ ഉണ്ട് എന്ന് നമുക്ക് നോക്കിയേ. നൈട്രജൻ ഉണ്ട്, ഓക്സിജൻ, ആർഗൺ, കാർബൺ ഡൈ ഓക്സൈഡ്, ഓസോണ്, നിയോണ്, ഹീലിയം, ക്രിപ്റ്റോൺ, ഹൈഡ്രജൻ, സിലോൺ. ഈ പറയുന്ന ഗ്യാസസ് എല്ലാം എവിടെയുണ്ട്? നമ്മുടെ അറ്റ്മോസ്ഫിയറിലുണ്ട് കേട്ടോ. അതിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? നൈട്രജൻ ആണ്. ഏറ്റവും കൂടുതൽ കാണുന്നത് ആരാണ്? നൈട്രജൻ ആണ്. ഓക്കെ, പിന്നെ ഞാൻ ഇവിടെ ഒരു ബോക്സിൽ എഴുതിയിട്ടുണ്ട് കാർബൺ ഡൈ ഓക്സൈഡ് ആരാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്? പ്ലാന്റ്സ് ആണ് ഉപയോഗിക്കുന്നത്. കാരണം എന്തിനു വേണ്ടിയിട്ട്? പഠിപ്പിച്ചതാണ് ഫോട്ടോസിന്തസിസിന് വേണ്ടിയിട്ടാണ് അല്ലേ. ഓക്സിജൻ ആരാ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്? നമ്മൾ മനുഷ്യരും അതർ ഓർഗാനിസം മറ്റു ജന്തുജാലങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് ഓക്സിജനാണ്. എന്നാൽ അന്തരീക്ഷത്തിലുള്ള ഈ നൈട്രജൻ, ഏറ്റവും കൂടുതൽ അളവിൽ കാണപ്പെടുന്ന ഈ നൈട്രജൻ എന്തിനു ഉപയോഗിക്കുന്നു? പ്ലാന്റ് ഗ്രോത്ത്, ചെടികളെ വളർച്ചയ്ക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ളൊരു സാധനമാണ് ഇത് നൈട്രജൻ. ക്ലിയർ ആണോ മക്കളെ? പിന്നെ ഞാനിവിടെ ഒരു ബോക്സിലേക്ക് എഴുതി വെച്ചിട്ടുണ്ട്. എന്താണെന്ന് നോക്കിയേ. ദ എമൗണ്ട് ഓഫ് ഗ്യാസസ് ഡിക്രീസസ് വിത്ത് ഇൻക്രീസിങ് ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഉയരം കൂടുന്തോറും, ഭൂമിയിൽ നിന്ന് മുകളിലേക്ക് പോകും തോറും അന്തരീക്ഷത്തിലുള്ള ഗ്യാസസിൻ്റെ അളവ് എന്ത് ചെയ്തു വരും? കുറഞ്ഞു വരും. മനസ്സിലായ? ഭൂമിയിൽ നിന്ന് നമ്മൾ മുകളിലേക്ക് പോകും തോറും എന്താ സംഭവിക്കുക? അന്തരീക്ഷത്തിലുള്ള ഗ്യാസിൻ്റെ അളവൊക്കെ എന്ത് ചെയ്യും? കുറഞ്ഞു വരും. ഇതുവരെ പറഞ്ഞതൊക്കെ ക്ലിയർ ആണോ? ഓക്കെ ആണോ? വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് കൊടുക്കണം കേട്ടോ. അപ്പോൾ തന്നെ ഇനി നിങ്ങൾ നോക്ക്, വാട്ടർ ഇൻ ദ അറ്റ്മോസ്ഫിയർ. അപ്പം നമ്മൾ പഠിച്ചു അറ്റ്മോസ്ഫിയറിനകത്ത് ആരുണ്ടെന്ന് പഠിച്ചു? ഗ്യാസസ് ഉണ്ടെന്ന് പഠിച്ചു അല്ലേ. നമ്മുടെ അന്തരീക്ഷത്തിൽ ആരുണ്ട്? ഗ്യാസസ് ഉണ്ടെന്ന് പഠിച്ചു. അതേപോലെ അന്തരീക്ഷത്തിലുള്ള ഒരാളാണ് ആര്? വാട്ടർ എന്ന് പറയുന്നത്. അന്തരീക്ഷത്തിലുള്ള ഒരാളാണ് ആര്? വാട്ടർ. ഓക്കെ, എങ്ങനെയാണ് അന്തരീക്ഷത്തിലേക്ക് ഈ വാട്ടർ എത്തിച്ചേരുന്നത് മക്കളെ? അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. നോക്കിയേ, ഈ ചിത്രം ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ചേ. നമ്മളെ ഭൂമിയിലുള്ള വെള്ളത്തിൻ്റെ ഭാഗമാണ് ഈ കാണിച്ചിരിക്കുന്നത് കേട്ടോ. ഇതൊക്കെ സൂര്യപ്രകാശം ഈ വെള്ളത്തിലേക്ക് വന്ന് തട്ടുമ്പോൾ വെള്ളം എന്തായി പോവും? നീരാവിയായിട്ട് പോവും അല്ലേ. വെള്ളമൊക്കെ എന്തായി പോവും? ചൂട് തട്ടി നീരാവിയായി പോവും. നീരാവി എന്താവും?
മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ അത് മേഘങ്ങളായിട്ട് രൂപീകരിക്കും, ക്ലൗഡുകളായിട്ട് രൂപീകരിക്കും. പിന്നീട് ആ ക്ലൗഡുകളൊക്കെ തണുത്തിട്ട് എന്തായിട്ട് വരും? മഴയായിട്ട് വീണ്ടും ഭൂമിയിലേക്ക് വരും. ഇതൊരു സൈക്ലിക്കാണ് അല്ലേ? ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നൊരു പ്രതിഭാസമാണ്. അപ്പോൾ നമുക്കറിയാം ഇവാപ്പറേഷൻ സംഭവിക്കുന്നു. ഇവാപ്പറേഷൻ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ വെള്ളം നീരാവിയായി പോകാന്നുള്ളതാണ് അല്ലേ? ഇവാപ്പറേഷൻ സംഭവിച്ചിട്ട് ഭൂമിയിലുള്ള വെള്ളം എവിടേക്ക് പോകുന്നു? അറ്റ്മോസ്ഫിയറിലേക്ക് പോകുന്നു, അന്തരീക്ഷത്തിലേക്ക് പോകുന്നു. അന്തരീക്ഷത്തിൽ ചെന്ന് എന്ത് സംഭവിക്കുന്നു? അത് ക്ലൗഡായിട്ട് മാറുന്നു, മേഘങ്ങളായിട്ട് മാറുന്നു. പിന്നീട് അതെന്തായിട്ട് മാറുന്നു? മഴയായിട്ട് വീണ്ടും ഭൂമിയിലേക്ക് എത്തുന്നു. ഈ ഭാഗം മനസ്സിലായില്ലേ? ഓക്കെ ആണോ? ഇനി നമുക്ക് നെക്സ്റ്റ് ഭാഗത്തിലേക്ക് പോവാം. അതിൻ്റെ ബാക്കി തന്നെയാണ്, നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ ബാക്കി തന്നെയാണ് കേട്ടോ ഇവിടെയും പറയാൻ പോകുന്നത്. നിങ്ങൾ നോക്കിയേ, ഭൂമിയുടെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ടെമ്പറേച്ചറിൻ്റെ അളവ് കൂടുതലാണെങ്കിൽ അവിടെ എന്ത് കൂടുതലായിരിക്കും? ഇവാപ്പറേഷനും കൂടുതലായിരിക്കും അല്ലേ? ചൂട് എവിടെയാണ് കൂടുതൽ, ആ സ്ഥലത്ത് എന്തും കൂടുതലായിരിക്കും? ബാഷ്പീകരണം, ഇവാപ്പറേഷൻ എന്തായിരിക്കും? കൂടുതലായിരിക്കും. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ദേ നോക്ക്, റിവർ, ഓഷ്യൻ, അതർ വാട്ടർ ബോഡീസ്, അതായത് വെള്ളം പ്രസൻ്റ് ആയിട്ടുള്ള സ്ഥലങ്ങൾ, അതിപ്പോൾ പുഴ ആയിക്കോട്ടെ അതല്ലെങ്കിൽ മറ്റ് അരുവി ആയിക്കോട്ടെ, അവിടെയൊക്കെ ചൂട് നല്ലപോലെ തട്ടിക്കഴിഞ്ഞാൽ ഈ പറയുന്ന പുഴയിലെയും അരുവിയിലെയും കടലിലൊക്കെ വെള്ളം നേരെ എവിടേക്ക് പോവും? നീരാവിയായിട്ട് എവിടേക്ക് പോവും? അന്തരീക്ഷത്തിലേക്ക് പോവും അല്ലേ? അപ്പോൾ വാട്ടർ ബോഡീസ് ഉള്ള സ്ഥലങ്ങളിലെ തൊട്ട് മുകളിലുള്ള അറ്റ്മോസ്ഫിയറിലൊക്കെ എന്തിൻ്റെ അളവ് കൂടുതലായിരിക്കും? വെള്ളത്തിൻ്റെ എമൗണ്ട് കൂടുതലായിരിക്കും. ക്ലിയർ ആണോ? ഈ പറയുന്ന റിവർ, ഓഷ്യന്, മറ്റുള്ള വാട്ടർ ബോഡീസൊക്കെ എവിടെയുണ്ടോ അതിൻ്റെ തൊട്ട് മുകളിലുള്ള സ്ഥലങ്ങളിലെല്ലാം അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിലൊക്കെ എന്തിൻ്റെ അളവുണ്ടായിരിക്കും? എമൗണ്ട് ഓഫ് വാട്ടർ വിൽ ബി ഹൈ. അവിടെയൊക്കെ എന്തായിരിക്കും? വെള്ളത്തിൻ്റെ പ്രസൻസ്, ആ അറ്റ്മോസ്ഫിയറിൽ വെള്ളത്തിൻ്റെ പ്രസൻസ് എന്തായിരിക്കും? കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു? അറ്റ്മോസ്ഫിയറിൽ ഗ്യാസസ് ഉണ്ടെന്ന് പഠിച്ചു, അറ്റ്മോസ്ഫിയറിൽ വാട്ടറിൻ്റെ പ്രസൻറ്റ് ഉണ്ടെന്ന് പഠിച്ചു. ഇനി അറ്റ്മോസ്ഫിയറിലുള്ള ആളാണ് ആര്? ഡസ്റ്റ് പാർട്ടിക്കിൾസ്, പൊടിപടലങ്ങൾ. അപ്പോൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം കേട്ടോ. എങ്ങനെയാണ് അന്തരീക്ഷത്തിലേക്ക് പൊടിപടലങ്ങൾ വരുന്നത്? ഡസ്റ്റ് പാർട്ടിക്കിൾസ് ബ്രോട്ട് ടു ദ അറ്റ്മോസ്ഫിയർ ബൈ വിൻഡ്. കാറ്റ് മുഖേന എന്ത് സംഭവിക്കാം? അന്തരീക്ഷത്തിലേക്ക് ഈ പറയുന്ന പൊടിപടലങ്ങൾ, ഡസ്റ്റ് പാർട്ടിക്കിൾസ് എത്തിച്ചേരാനുള്ള സാധ്യത ഉണ്ട്. രണ്ടാമത്തെ പോയിന്റ് എന്താ പറയുന്നത്? ഡസ്റ്റ് പാർട്ടിക്കിൾസ് എറപ്റ്റഡ് ത്രൂ വോൾക്കാനോസ് അല്ലേ? അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ. ഇതാണ് ഞാൻ വരച്ചിരിക്കുന്നത്. ടെക്സ്റ്റ് ബുക്കിൽ നല്ലൊരു ചിത്രമൊക്കെ ഉണ്ട് കേട്ടോ. വോൾക്കാനോസിലെ സ്ഫോടനങ്ങൾ സംഭവിച്ചിട്ട് അങ്ങനെയും എന്ത് സംഭവിക്കാം? അന്തരീക്ഷത്തിലേക്ക് പൊടിപടലങ്ങൾ എത്തിച്ചേരാം. ആഷ് ഫോമഡ് ബൈ ബേണിംഗ് ഓഫ് മീറ്റേഴ്സ്, അതായത് ഉൽക്കകൾ കത്തിയിട്ട്, അതായത് നമുക്കറിയാം ഉൽക്കകൾ കത്തി ഭൂമിയിലേക്ക് എത്തുന്ന സമയത്ത് എന്ത് സംഭവിക്കാം? ഈ പറയുന്ന പൊടിപടലങ്ങൾ അന്തരീക്ഷത്തിലേക്ക് എത്തിച്ചേരാറുണ്ട്. മനസ്സിലായ? അപ്പോൾ എങ്ങനെയാണ് ഡസ്റ്റ് പാർട്ടിക്കിൾസ് അറ്റ്മോസ്ഫിയറിൽ ഉണ്ടാവുന്നത് എന്നുള്ളൊരു 3 പോയിന്റ് ഉണ്ട്. ആ 3 പോയിന്റ് എല്ലാവരും പഠിച്ചിരിക്കണം കേട്ടോ. ഇനി വേറൊരു പോയിന്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താ? ഫൈൻ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഇൻ ദ അറ്റ്മോസ്ഫിയർ ഹെൽപ്പ് ഇൻ ക്ലൗഡ് ഫോർമേഷൻ. മേഘരൂപീകരണത്തിന് അല്ലെങ്കിൽ ക്ലൗഡ് ഉണ്ടാക്കാൻ സഹായിക്കുന്ന അന്തരീക്ഷത്തിലെ ചെറിയ പൊടിപടലങ്ങൾ എന്തിനെ സഹായിക്കാറുണ്ട്? ക്ലൗഡ് ഫോർമേഷന് സഹായിക്കാറുണ്ട്, മേഘങ്ങൾ രൂപീകരിക്കുന്നതിന് സഹായിക്കാറുണ്ട്. അതിനറിയപ്പെടുന്ന പേരാണ് കണ്ടൻസേഷൻ ന്യൂക്ലിയൈ. എന്താണ്? കണ്ടൻസേഷൻ ന്യൂക്ലിയൈ. ക്ലിയർ ആണല്ലോ? ഈ ഒരു ഭാഗം ഓക്കെയാണോ? അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗ്രീൻ ഹൗസ് എന്താണെന്നുള്ളതിനെ കുറിച്ചാണ് കേട്ടോ. എന്താണ്? ഗ്രീൻ ഹൗസിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഗ്രീൻ ഹൗസ് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കണം. അതായത് ചില ചെടികളൊക്കെ വളർത്തുന്നത് കണ്ടിട്ടുണ്ട് നിങ്ങൾ. അതായത് മേലെ നല്ല പോളിത്തീൻ ഷീറ്റ് ഉപയോഗിച്ചുകൊണ്ട് എന്താണ് മേലെ ഇതേപോലെ ഇങ്ങനെ കവർ ചെയ്യും. മേലെ എന്തായിരിക്കും? ഓടൊന്നല്ല, ഓടും ഒന്ന് ഷീറ്റോ മറ്റുള്ള പൊളിത്തീൻ്റെ ഷീറ്റ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൂര്യപ്രകാശം അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കടന്നു പോകണം. അപ്പോൾ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ഷീറ്റാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ചിലപ്പോൾ ഗ്ലാസ് ആവാം. അപ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൂര്യപ്രകാശം നേരെ ഈ പൊളിത്തീൻ ഷീറ്റ് വഴി ഉള്ളിലേക്ക് കയറും. അപ്പോൾ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഈ ചൂട് പിന്നെ പുറത്തേക്ക് റിട്ടേൺ പോകില്ല. ഓക്കെ, അപ്പോൾ ഈ ചൂട് ഇതിൻ്റെ ഉള്ളിൽ ആ ചൂട് നിലനിർത്താനായിട്ട് സാധിക്കും. മനസ്സിലായ? ഈ ഒരു പ്രതിഭാസത്തെയാണ് നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് ഗ്രീൻ ഹൗസ്. സാധാരണ ഇത് എവിടെ ഉപയോഗിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തണവുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇത്തിരി തണുപ്പ് കൂടിയ സ്ഥലങ്ങളിലെല്ലാം ഇങ്ങനത്തെ ഗ്രീൻ ഹൗസുകൾ ഉപയോഗിക്കും. മനസ്സിലായ? ഓക്കെ, ഇനി നോക്ക് നിങ്ങൾ
അന്തരീക്ഷത്തിൽ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ചില ഗ്രീൻ ഹൗസ് ഗ്യാസസുകളുണ്ട്. നമ്മളെ അന്തരീക്ഷത്തിനകത്ത് എന്തുണ്ട്? ചില ഗ്രീൻ ഹൗസ് ഗ്യാസസുകളുണ്ട്. ഏതൊക്കെയാണ് ആ ഗ്രീൻ ഹൗസ് ഗ്യാസസ്? കാർബൺ ഡൈ ഓക്സൈഡ്, മീഥേന്, ഓസോണ്, പിന്നെ നമ്മൾ പറയുന്നത് വാട്ടർ വേപ്പർ. ഇതൊക്കെ എന്താണ്? അന്തരീക്ഷത്തിൽ കാണപ്പെടുന്ന ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആണെന്ന് പറയാം. എന്താണ് ഇവരെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സൂര്യപ്രകാശം നമുക്കറിയാം നേരെ ഭൂമിയിലേക്ക് വന്നു, അത് തിരിച്ച് എന്ത് ചെയ്യും? റേഡിയേഷൻ സംഭവിച്ച് മുകളിലേക്ക് പോകും. സൂര്യപ്രകാശം ഭൂമിയിൽ വന്ന് തട്ടി അത് മുകളിലേക്ക് തിരിച്ചു പോകൂലേ? അപ്പോൾ ഈ സൂര്യപ്രകാശത്തെ പിടിച്ചു നിർത്താൻ, അല്ലെങ്കിൽ ആ ടെറസ്ട്രിയൽ റേഡിയേഷൻ എന്നാ പറയുക. സൂര്യപ്രകാശം ഭൂമിയിൽ വന്ന് തട്ടിയാൽ തിരിച്ചു പോകുന്നതിന് നമ്മൾ വിളിക്കുന്ന പേരെന്താ? ടെറസ്ട്രിയൽ റേഡിയേഷൻ എന്നാണ് വിളിക്കുക. ടെറസ്ട്രിയൽ റേഡിയേഷൻ. അതിനെ അബ്സോർബ് ചെയ്യുക. അതായത് ഈ സൂര്യപ്രകാശം ദേ ഇവിടെ വന്ന് തട്ടി തിരിച്ചിങ്ങനെ മേലേക്ക് പോകുമ്പോൾ അതിനെ പിടിച്ചു നിർത്തുന്നവർ, അല്ലെങ്കിൽ അതിനെ അബ്സോർബ് ചെയ്യുന്നവരാണ് ആര്? ഈ പറയുന്ന ആളുകൾ. മനസ്സിലായ? ഓക്കെ. അവരാണ് ആരൊക്കെ? കാർബൺ ഡൈ ഓക്സൈഡ്, മീഥേന്, ഓസോണ്, വാട്ടർ വേപ്പർ. അപ്പോൾ അവരിങ്ങനെ ഈ ചൂടിനെ പിടിച്ചു നിർത്തും. അപ്പോൾ ഈ ചൂടിനെ പിടിച്ചു നിർത്തുമ്പോൾ നമ്മുടെ അന്തരീക്ഷത്തിൽ എന്താണ്? ചൂടിനെ മെയിൻറ്റെയിൻ ചെയ്യും. അതായത് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കും. ആര്? ഇവരുള്ളത് കൊണ്ടാണ് നമ്മുടെ അന്തരീക്ഷത്തിൽ എന്താണ്? ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അന്തരീക്ഷത്തിൽ കുറച്ച് ചൂടൊക്കെ വേണ്ടേ? കാരണം എന്തിനാ? ഈ ഗ്രീൻ ഹൗസ് എഫക്റ്റ്, ഈ ചൂട് ഇങ്ങനെ പിടിച്ചു നിർത്തുന്ന ആ ഒരു എഫക്റ്റിനെയാണ് നമ്മൾ എന്ന് വിളിക്കുക? ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് വിളിക്കുന്നത്, അല്ലേ? ഈ ഗ്രീൻ ഹൗസ് എഫക്റ്റ് ഉണ്ടെങ്കിലേ എന്ത് നിലനിൽക്കുള്ളൂ? നമ്മുടെ ഭൂമിയിൽ ജീവൻ തന്നെ നിലനിൽക്കുള്ളൂ. മനസ്സിലായ? നമ്മുടെ ഭൂമിയിൽ എനിമൽസ്, പ്ലാന്റ്സ്, ഇവർക്കൊക്കെ എന്താവശ്യമുണ്ട്? അത്യാവശ്യം ചൂട്. നമ്മുടെ ഭൂമിയിൽ ചൂട് ആവശ്യമാണ്. അപ്പോൾ ഗ്രീൻ ഹൗസ് എഫക്റ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് എന്ത് സംഭവിക്കുള്ളൂ? നമ്മുടെ ജീവൻ തന്നെ നിലനിൽക്കുള്ളൂ. പക്ഷെ ഒരു കാര്യം കൂടി ഉണ്ട്. ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാലും പ്രശ്നമാണ്. ഈ പറയുന്ന ഗ്രീൻ ഹൗസ് ഗ്യാസസിൻ്റെ അളവ്, ഇപ്പോൾ എക്സാമ്പിൾ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവൊക്കെ അന്തരീക്ഷത്തിൽ കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ചൂടിൻ്റെ അളവ് കൂടും. ഇവരെ അളവ് കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ചൂടിൻ്റെ അളവ് കൂടും. ടെമ്പറേച്ചർ ഇൻ ദ അറ്റ്മോസ്ഫിയർ ഇൻക്രീസസ്. അപ്പോൾ ഗ്രീൻ ഹൗസ് ഗ്യാസസ് കൂടിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ടെമ്പറേച്ചർ ഇൻ ദ അറ്റ്മോസ്ഫിയർ, അന്തരീക്ഷത്തിലുള്ള ചൂടിൻ്റെ അളവും കൂടും. ഇങ്ങനെ സംഭവിക്കുന്ന പ്രതിഭാസത്തെ നമ്മൾ അറിയപ്പെടുന്ന പേരാണ് ഗ്ലോബൽ വാർമിംഗ്, ആഗോള താപനം എന്നൊക്കെ മലയാളത്തിൽ പറയും. ഓക്കെ. നമ്മുടെ ഭൂമിയിൽ ഒരു വർഷത്തിൽ ഏകദേശം 6000 മെട്രിക് ടൺ കാർബൺ ഡൈ ഓക്സൈഡാണ് അന്തരീക്ഷത്തിലേക്ക് എന്താണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്നാണ് പറയുന്നത്. മനസ്സിലായോ? കൂടിക്കൊണ്ടിരിക്കുന്നതാണ് പറയുന്നത്. ഏകദേശം 6000-ഓളം മെട്രിക് ടൺ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവാണ് അന്തരീക്ഷത്തിൽ ഓരോ വർഷം എന്ത് ചെയ്യാണ്? കൂടിക്കൊണ്ടിരിക്കുന്നത്. മനസ്സിലായ? അപ്പം ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഭൂമിയിൽ ചൂടിൻ്റെ അളവ് അത്രത്തോളം എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ. ഇങ്ങനെ ഗ്ലോബൽ വാർമിംഗ് വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്നാണ് ചോദ്യം. ചൂടിൻ്റെ അളവ് കൂടിയാൽ എന്താ സംഭവിക്കുക? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഉണ്ട്, പ്രശ്നമുണ്ട്. ഈ പോളാർ ഐസുകളൊക്കെ ഉണ്ടല്ലോ, ഈ മഞ്ഞ് പ്രദേശങ്ങളുള്ള സ്ഥലങ്ങളിലെല്ലാം ഈ ചൂടിൻ്റെ അളവ് കൂടുമ്പോൾ ഓട്ടോമാറ്റിക് എന്താ സംഭവിക്കുക? അവിടുത്തെ മഞ്ഞുകളൊക്കെ ഇങ്ങനെ ഉരുകി അതെന്താണ്? ആ വെള്ളമൊക്കെ നേരെ എവിടെ വന്ന് പതിക്കും? കടലിൽ വന്ന് പതിക്കും. അപ്പോൾ കടലിലുള്ള സീ ലെവലിൻ്റെ അളവ് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും, അല്ലേ? കടൽ വെള്ളത്തിൻ്റെ അളവും എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. അങ്ങനെ സംഭവിച്ചാൽ എന്താ സംഭവിക്കുക? ഡിസ്ട്രക്ഷൻ ഇൻ ദ കോസ്റ്റൽ എക്കോസിസ്റ്റം. ഈ പറയുന്ന തീരപ്രദേശത്തുള്ള എല്ലാ എക്കോസിസ്റ്റത്തിനെയും അതെന്ത് ചെയ്ത് കളയും? നശിപ്പിച്ച് കളയാനുള്ള സാധ്യത ഉണ്ട്. മനസ്സിലായ? തീരപ്രദേശത്തുള്ള എക്കോസിസ്റ്റത്തിനെ അതിനെ നശിപ്പിക്കാനുള്ളൊരു സാധ്യത അവിടെയുണ്ട്. അതുപോലെ തന്നെ ഡിപ്ലീഷൻ ഓഫ് മെനി സ്പീഷീസ് ഓഫ് പ്ലാന്റ്സ് ആൻഡ് എനിമൽസ് ഇൻ ദ എക്കോസിസ്റ്റം. അതായത് ഈ ചില ആവാസ വ്യവസ്ഥയിൽ നമുക്കറിയാം പല ചെടികളുണ്ട്, അതുപോലെ തന്നെ മൃഗങ്ങളൊക്കെ ഉണ്ട്. ചിലതിനൊക്കെ ഇത്രയും ചൂട് സഹിക്കാൻ പറ്റില്ല, അല്ലേ? അപ്പോൾ പല ചെടികളും അതുപോലെ തന്നെ ആനിമൽസൊക്കെ എന്ത് ചെയ്ത് പോകാൻ സാധ്യതയുണ്ട്? നശിച്ചു പോകാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ. അപ്പോൾ അന്തരീക്ഷത്തിൽ ആവശ്യത്തിനുള്ള ചൂട് വേണം, അല്ലേ? അത് കൂടിക്കഴിഞ്ഞാലും എന്താണ്? പ്രശ്നമാണ്. ഓക്കെ മക്കളെ, നമ്മളിനി പഠിക്കാൻ പോകുന്നത് എന്തിനെക്കുറിച്ചാണ്? ഓസോണിനെ കുറിച്ചാണ് കേട്ടോ. ഇതുവരെ നിങ്ങൾ ക്ലാസ് നല്ലപോലെ ശ്രദ്ധിച്ചിരിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ക്ലാസ് ഈ ഒരു ടോപ്പിക്കും കൂടി കഴിഞ്ഞാൽ നമ്മുടെ ക്ലാസ് കഴിഞ്ഞു. അപ്പം ഈ ഒരു ടോപ്പിക് കൂടി കഴിയുമ്പോൾ നിങ്ങൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കണം കേട്ടോ. ഇനി വേറൊരു സമയം ഇതിനു വേണ്ടി കണ്ടെത്തണ്ട. ഇനിയും കേട്ടിട്ട് പഠിച്ചിട്ടില്ല എന്നൊരു തോന്നലുണ്ടെങ്കിൽ ഒന്നും കൂടി വീഡിയോ ഒന്ന് സ്പീഡിലൊന്ന് ഒരു 1.5 1.75 ഇട്ടിട്ടൊന്ന് കേട്ട് പഠിക്കുക, കണ്ടുപഠിക്കുക ചെയ്യാം. എന്താണ് ഓസോൺ എന്ന് നോക്കിയേ. ഓസോൺ ഗ്യാസ് ഈസ് കോൺസെൻട്രേറ്റഡ് ഇൻ ദ അപ്പർ അറ്റ്മോസ്ഫിയർ ആസ് എ ലെയർ.
അറ്റ്മോസ്ഫിയറിൻ്റെ മുകൾ ഭാഗത്ത് കാണപ്പെടുന്ന ഒരു ലെയറാണ് ശരിക്കും എന്തെന്ന് പറയുന്നത്, ഓസോൺ എന്ന് പറയുന്നത്. ഓസോണിനെ കൊണ്ട് വലിയൊരു ഉപകാരമാണ് ഭൂമിക്കുള്ളത്. എന്താണെന്നറിയോ, ഓസോൺ എന്ന് പറയുന്നത് ഒരു കുട പോലെയാണ് അല്ലേ. ഒരു കുട ഞാൻ വരച്ചിരിക്കണേണ്ട. കാരണം ഈ സൂര്യപ്രകാശത്തിൽ നിന്ന് വരുന്ന ഒരു ഹാംഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് തന്നെ വളരെ ദോഷമായിട്ടുള്ള ഒരു റേസാണ് ഇത് UV റേസ് എന്ന് പറയും. UV എന്ന് പറഞ്ഞാൽ അൾട്രാ വയലറ്റ് റേസ് എന്നാണ് പറയാം അല്ലേ. ഈ അൾട്രാ വയലറ്റ് റേസ് ഭൂമിയിലേക്ക് വരുന്നതിനെ തൊട്ട് തടയുന്ന ഒരാളാണ് ആര്, ഓസോൺ എന്ന് പറഞ്ഞാൽ. ഇനി UV റേസ് നമ്മൾ ഭൂമിയിലേക്ക് വന്നാൽ നമുക്ക് തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. സ്കിൻ ക്യാൻസർ ഉണ്ടാകാം, ബ്ലൈൻഡ്നെസ് ഉണ്ടാവാം, പിന്നെ അതുപോലെ തന്നെ പ്രീമച്വർ ഏജിങ് ഉണ്ടാവാം, സ്റ്റണ്ടഡ് ഗ്രോത്ത് ഓഫ് പ്ലാന്റ്സ്, ചെടികളുടെ വളർച്ചയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ മുരടിച്ച് പോവാം. പ്രീമച്വർ ഏജിങ് ഒക്കെ അറിയാലോ, എന്താണ് വാർദ്ധക്യം, പെട്ടെന്നുള്ള വാർദ്ധക്യം. അതുപോലെ തന്നെ ക്ലൈമറ്റ് ചേഞ്ച്, ക്ലൈമറ്റിൽ ഉണ്ടാകുന്ന വ്യത്യാസം, ഇതൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. എന്ത് കാരണത്താൽ, ഈ UV റേസ് ഭൂമിയിലേക്ക് വന്നു കഴിഞ്ഞാൽ കേട്ടോ. ഇനി നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ചില റെഫ്രിജറേറ്ററുകൾ, എയർ കണ്ടീഷണറുകൾ, പിന്നെ അതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ടൈപ്പ് ഓഫ് സ്പ്രേകൾ, ഫയർ എക്സ്റ്റിങ്ക്യൂഷേഴ്സ്, പെയിൻറ്റ്, ഇതിലെല്ലാം കാണപ്പെടുന്ന രണ്ടാളുകളാണ്. ഒന്ന് ക്ലോറോ ഫ്ലൂറോ കാർബൺ. ആരാണ്? ക്ലോറോ ഫ്ലൂറോ കാർബൺ, ചുരുക്കി നമ്മൾ CFC എന്ന് പറയും. അതുപോലെ തന്നെ മറ്റൊരാളാണ് ഒരു ഹാലോണ്. ഈ പറയുന്ന ആളുകളിലെല്ലാം പ്രസൻ്റ് ആയിട്ടുള്ള രണ്ട് ഗ്യാസുകളാണ് ഏത്, ക്ലോറോ ഫ്ലൂറോ കാർബണും ഹാലോണും. ഇവരിപ്പോൾ ഇവിടെ എന്താ പറയേണ്ട ആവശ്യം, ഇവർക്ക് എന്താ ഇവിടെ കാര്യം എന്നുള്ളതുപോലെ ഇവരെ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവർ ഈ പറയുന്ന ഗ്യാസസ് നേരെ അറ്റ്മോസ്ഫിയറിലേക്ക് വരാനുള്ള സാധ്യത ഉണ്ട്. ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പറയുന്ന രണ്ട് ഗ്യാസുകളും അന്തരീക്ഷത്തിലേക്ക് വരാനുള്ള സാധ്യത ഉണ്ട്. ഇതൊക്കെ എവിടെ നിന്ന് ഉണ്ടാവുന്നതാണെന്ന് പറഞ്ഞല്ല, ഇത് നേരെ അറ്റ്മോസ്ഫിയറിൽ വന്നു കഴിഞ്ഞാൽ അറ്റ്മോസ്ഫിയറിൽ കുറേ നാൾ ഇങ്ങനെ ഒരു മാറ്റമില്ലാതെ ഇവർ നിൽക്കും. മനസ്സിലായി? ഈ പറയുന്ന ഗ്യാസുകൾ അറ്റ്മോസ്ഫിയറിൽ വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, കുറേ നാൾക്ക് ഇവർക്ക് ഒരു മാറ്റമില്ലാതെ നിലനിൽക്കാൻ കഴിവുള്ള ഗ്യാസുകളാണ് ഇവർ. അങ്ങനെ ഈ ഗ്യാസുകൾ മുകളിൽ അറ്റ്മോസ്ഫിയറിലേക്ക് ഇങ്ങനെ സഞ്ചരിച്ച് UV റേസ് ഈ ഗ്യാസസിൽ വന്ന് തട്ടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, UV റേസ് അറിയാലോ, അൾട്രാ വയലറ്റ് റേസ് ഈ ഗ്യാസസിൽ വന്ന് തട്ടിക്കഴിഞ്ഞാൽ ഈ ഗ്യാസ് സ്പ്ലിറ്റായിട്ട് എന്തായിട്ട് മാറും, ക്ലോറിനും ബ്രോമിനായിട്ട് മാറും. ആരായിട്ട് മാറും? ക്ലോറിനും ബ്രോമിനായിട്ട് മാറും. ഈ ക്ലോറിനും ബ്രോമിനും ഭയങ്കര ഡേഞ്ചറാണ്. എന്താ ഡേഞ്ചർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആർക്കാ ഡേഞ്ചർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓസോണിന് ഡേഞ്ചറാണ്. ഓസോൺ നമുക്ക് ആവശ്യമുള്ള സാധനമല്ലേ അല്ലേ, നമ്മളെ ഭൂമിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ആളല്ലേ ഓസോൺ. അപ്പോൾ ഓസോണിന് കേടുപാട് സംഭവിക്കാൻ കാരണക്കാരനാണ് ആര്, ക്ലോറിനും ബ്രോമിനും. ഓക്കെ, നിങ്ങളൊന്ന് നോക്കിയേ, ഒരു ക്ലോറിൻ ആറ്റത്തിന് 1,00,000 ഓസോണിനെ വരെ നശിപ്പിക്കാനുള്ള കഴിവുണ്ട്. മനസ്സിലായോ? ഒരു ക്ലോറിന് 1,00,000 ഓസോണിനെ വരെ നശിപ്പിക്കാനുള്ള കഴിവുണ്ട്. എന്നാൽ ബ്രോമിനോ, ക്ലോറിൻ ചെയ്യുന്നതിൻ്റെ 40 മടങ്ങ്, ക്ലോറിൻ്റെ എഫക്റ്റിൻ്റെ 40 മടങ്ങാണ് ബ്രോമിനുള്ളത്. മനസ്സിലായ? ഓക്കെ, അപ്പോൾ ബ്രോമിൻ വന്നു കഴിഞ്ഞാൽ എത്ര മടങ്ങ് നശിക്കും എന്നുള്ളത് ഏകദേശം മനസ്സിലാവുമല്ലോ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഓസോണിനെ നശിപ്പിക്കുന്നതിന് അറിയപ്പെടുന്ന പേരാണ് ഓസോൺ ഹോള്. എന്താണ്? ഓസോൺ ഹോൾ എന്ന് പറയും. അപ്പോൾ ഈ ഓസോണിന് ഹോൾ വീണ് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ഈ പറയുന്ന ഡേഞ്ചർ ആയിട്ടുള്ള UV റേസ് ഒക്കെ ഭൂമിയിലേക്ക് കടന്നു വരാനുള്ള സാധ്യതകൾ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഓസോൺ ഡേ ആയിട്ട് ആചരിക്കുന്ന ദിവസം എന്നാണ്, സെപ്റ്റംബർ 16. യെസ്, അപ്പോൾ നമ്മൾക്ക് ഇനി ആകെ പഠിക്കാനുള്ള ടോപ്പിക് എന്ന് പറയുന്നത് സ്ട്രക്ചർ ഓഫ് ദി അറ്റ്മോസ്ഫിയർ ആണ്. ആ ഒരു ടോപ്പിക്കും കൂടി പഠിച്ചാൽ നമ്മൾ ഈ പാഠം അവസാനിച്ചു. പക്ഷേ ഞാനത് സെപ്പറേറ്റ് വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് ചെയ്തുതരാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളെ കമൻറ്റുകൾ അറിയിക്കണം കേട്ടോ. നിങ്ങളെ കമൻറ്റാണ് എനിക്ക് അടുത്ത വീഡിയോ ചെയ്യാനുള്ളൊരു പ്രചോദനം. അതുപോലെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ പഠിക്കാൻ നിങ്ങൾക്ക് മറ്റുള്ള ഫ്രണ്ട്സിനും സഹായിച്ചു കൊടുക്കുക. ഓക്കെ, ഷെയർ ചെയ്ത് കൊടുക്കുക. ക്ലാസ് കണ്ടതിൽ വളരെ സന്തോഷം. താങ്ക്